ഹായ് നമസ്കാരം. ഏവർക്കും ടെക് സഫാരി മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നൊരു ഇവിടെ ഒരു വ്യൂ പോയിൻ്റാണ്. വ്യൂ പോയിൻ്റ് പറഞ്ഞാൽ ഒരു കാടാണ്, വനപ്രദേശമാണ്. പിന്നെ ആനകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പം ഭാഗ്യവശാൽ ഒരാനനെ കണ്ടാൽ എന്താ പറയുക അല്ലേ, നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ഈ പ്രദേശത്തിൻ്റെ പേര് ചാലിയാർമുക്ക് എന്നാണ്. ഇവിടെ നിന്നാണ് പണ്ട് നിലമ്പൂർ കോവിലകത്തേക്ക് ഉള്ള ആനകളെ പിടിച്ച് മെരുക്കി ഇവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്. കൂടാതെ ഇവിടെ നിന്ന് ആനനെ പിടിക്കുന്ന വാരിക്കുഴികളൊക്കെ ധാരാളം നമുക്ക് ഇവിടെ നിന്ന് പ്രദേശത്ത് നിന്ന് കാണാൻ കഴിയുന്നതാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പം ഇവിടെ നിന്ന് എവിടെന്നെങ്കിലൊക്കെ ഒരു ആനകളൊക്കെ ഇറങ്ങി വരാൻ സാധ്യതയുള്ളൂ. ഇപ്പോഴും ഈ കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ ഇവിടെ നിന്ന് ആനശല്യം ധാരാളം ഈ പ്രദേശത്തുള്ളവരെ അലട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എപ്പോഴേ എങ്ങനെ ഒരു ആന വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം സൂക്ഷിച്ചൊക്കെ പോകാം. അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ഇപ്പം നമ്മൾ നടക്കാൻ തുടങ്ങി. കുറേ നടക്കാനുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് പോകുന്ന വഴിയുള്ള കാടാണ്. ആടാ കണ്ടോ, ഇപ്പം കാടാണ്, ഉള്ളിലേക്ക് കാട്, വീടും ആൾക്കാരൊന്നുമില്ല. നമ്മള് ഒറ്റപ്പെട്ട തന്നെ. അതാണ് ആന വന്നാൽ ചവിട്ടി കൊല്ലും, വേറെ രക്ഷയില്ല. അതിന് തുമ്പി കൈയും കൊണ്ട് 2 കുടൽ ഓടി, അത്രേ ഉള്ളൂ. ഇവിടുത്തെ മരങ്ങളുണ്ടോ, എത്ര വലിയ തടികളാണ് ഇതല്ലോ. ഇങ്ങനെ ഒട്ടനവധി മരങ്ങളുടെ ഒരു കൂടാരമാണ് ഈ പിന്നെ ഇവിടെ ഈ ഫോറസ്റ്റ്. നല്ല തടിയുള്ള ഈ മരങ്ങൾക്ക് കുറേ പഴക്കമുണ്ടാവല്ലേ. പിന്നെ നമ്മളൊക്കെ നൂറ്റാണ്ടുകൾ ബ്രിട്ടീഷുകാരുടെ ആ കാലഘട്ടത്തിൽ വെച്ച് പിടിപ്പിച്ച മരങ്ങളാണൊക്കെ ഇതൊക്കെ. ഇവിടെ വളരെ അപകടം പിടിച്ച ഒരു വഴി തന്നെ കേട്ടോ. വളരെ എന്താ പറയുക, എപ്പോൾ എന്തും സംഭവിക്കാം രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെയുള്ളൊരു വഴിയാണ്. ആർക്കും ഇവിടെ ഈ വനപ്രദേശത്ത് ആനകളുള്ള ഒരു സാക്ഷ്യപ്പെടുത്തലാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. കണ്ടോ, ഇതൊക്കെ പിന്നെ മൊത്തത്തിൽ വലിച്ചു കീറി ഇട്ടിരിക്കുകയാണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ വീഡിയോ. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറിനടുത്ത് നടന്നു. കുറേ നടക്കാനുണ്ടോ, കുറേ നടക്കാനുണ്ട്. നമ്മുടെ അതിൻ്റെ എൻഡിലേക്ക് എത്തിയ എൻഡിൻ്റെ അവിടെ ഒരു പുഴയാണ് കേട്ടോ, ചാലിയാർ പുഴയാണ്. ആ ചാലിയാർ പുഴയിൽ വെള്ളം നിറഞ്ഞ് കവിഞ്ഞിട്ടാണ് ഈ പ്രാവശ്യം 3 പുഴ കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പ്രദേശം. അവിടെയാണ് ഈ പ്രദേശത്തിൻ്റെ എൻഡ്. ഇതിപ്പം വനപ്രദേശമാണ്, വിജനമായ ഒരു വനപ്രദേശമാണ്. ഭയങ്കര അപകടം പിടിച്ചൊരു വഴി തന്നെയാണിത്. ആനകളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ്. നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ വീഡിയോസിൽ, ഫസ്റ്റത്തെ അതിൽ കാണിച്ചില്ലേ. അപ്പം പിന്നെ വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു കാടാണ്. നിലമ്പൂരാണ് ഇപ്പോൾ ഉള്ളത്. ഒരുത്തനവിടെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പം അതിൻ്റെ വീഡിയോസ് കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഇവിടെ എത്തിയിട്ടോ. എന്ത് മനോഹരമായ സ്ഥലം നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇതുണ്ടോ, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് വലിയ പഴയകാല മരങ്ങളൊക്കെ, ഏറ്റവും
പഴക്കം ചേർന്ന മരങ്ങളൊക്കെയാണ് ഇവയൊക്കെ. ഇവിടെ അവിടെ കേട്ടോ പുഴ, നമ്മുടെ 3 പുഴകൾ കൂടിച്ചേരുന്നൊരു പ്രദേശമാണ് ഇവിടെ. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ ഒരു മരം കണ്ടോ. ഹായ്, ഇതിൽ 3 പുഴകൾ ഇതുണ്ടോ. ഒരു പുഴ അവിടെയാണ്, ഒരു പുഴ അതാ അവിടെ. അങ്ങനെ 3 പുഴകൾ കൂടിച്ചേരുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മഴക്കാലത്തുള്ള പ്രളയത്തിൽ ഇവിടെ മൊത്തത്തിൽ ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് അതോ മൊത്തത്തിൽ കാണുന്നത്. ഞാൻ അത് മൊത്തത്തിലൊന്ന് ആ വീഡിയോസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം വീഡിയോസ് കണ്ടാൽ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പെട്ടെന്ന് വായിച്ചു. അപ്പോൾ ഗൈസ് എന്താ പറയുക, ഓടി തളർന്നു. അവിടെ നിന്നൊരു എന്തോ ഒരു സൗണ്ട് കേട്ടു. ആനയുടെ ആക്കാൻ സാധ്യതയുണ്ട്. ഒരു അമർന്ന പോലെ ഒരു സൗണ്ടാണ് കേട്ടത്. അപ്പോൾ ഏകദേശം ഇപ്പം ഇവിടെ എത്തി. ഇനിയിപ്പോൾ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല, തളർന്നു മൊത്തം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്കുക. ഈ വീഡിയോ ഒന്ന് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. Bye.